നിങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടാവും. യങ് ആയിട്ടുള്ള തടിയുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമിതമായ രോമ വളർച്ച, അമിതമായി മുഖത്തെല്ലാം കുരുകൾ പോലെ പൊന്നുന്നത്, പെട്ടെന്ന് ഭയങ്കരമായി വെയിറ്റ് കൂടുന്നത്, ഇനി കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കാണെങ്കിൽ കൺസീവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് പോലെ വരുന്നത്, അതുപോലെ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്, മാസമുറ കൃത്യമായി വരാതിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പെൺകുട്ടി PCOS അല്ലെങ്കിൽ PCOD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗാവസ്ഥയിലോട്ട് കടന്നിട്ടുണ്ട് എന്നതാണ്. നമസ്കാരം, ഡോക്ടർ വി ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന രോഗാവസ്ഥയെ പറ്റിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്നത്, എന്തൊക്കെയാണ് ഈ രോഗാവസ്ഥ കാണിക്കുന്ന പ്രധാനമായ ലക്ഷണങ്ങൾ, അതുപോലെ എങ്ങനെ ഹോർമോണൽ ഇംബാലൻസ് കാരണം ഒരു സ്ത്രീ PCOS എന്ന് പറഞ്ഞ രോഗാവസ്ഥയിലോട്ട് എത്തുന്നു, അതുപോലെ എങ്ങനെയൊക്കെ ഈ രോഗാവസ്ഥയെ ട്രീറ്റ് ചെയ്യാം തുടങ്ങിയവയാണ്. എന്താണ് PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്നത്? PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നതാണ്. അതുപോലെ PCOS എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നതും. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കിയാലോ. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു സിൻഡ്രോം ആണ്. അതായത് എ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് എന്ന് പറയും. രോഗലക്ഷണങ്ങളുടെ ഒരു കൂട്ടം എന്നതാണ് അർത്ഥം. അതായത് സ്ത്രീകൾക്ക് ഒന്നിലധികം രോഗലക്ഷണങ്ങൾ കാണിക്കുന്നു. അമിതമായി രോമവളർച്ച ഉണ്ടാകുന്നത്, അമിതമായി മുഖത്തെല്ലാം കുരുകൾ പൊന്തുന്നത്, ഇൻഫെർട്ടിലിറ്റി സംഭവിക്കുന്നത്, അതുപോലെ ഓവറിയിലെല്ലാം സിസ്റ്റുകൾ പോലെ രൂപപ്പെടുന്നത്, പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ഉണ്ടാകുന്നത്, സ്ത്രീകളുടെ ശരീരത്തിൽ അമിതമായി മെയിൽ ഹോർമോണിൻ്റെ അളവ് കൂടുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ രോഗലക്ഷണങ്ങളും ഈ സ്ത്രീക്ക് കാണിക്കുകയാണെങ്കിൽ ആ സ്ത്രീ PCOS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗാവസ്ഥയിലാണുള്ളത്. പക്ഷേ PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നതാണ്. അതായത് ഓവറയ്ക്കകത്ത് സിസ്റ്റുകൾ പോലെ രൂപപ്പെടുന്നു. ഇതൊരു ഹോർമോണൽ ഇംബാലൻസ് കാരണം ഓവറയ്ക്കകത്ത് മാത്രം വരുന്ന ഒരു രോഗമാണ്. പക്ഷേ ബാക്കി രോഗലക്ഷണങ്ങളൊന്നും ഈ സ്ത്രീ കാണിക്കുന്നില്ല. ഇവയാണ് PCODയും PCOSും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസങ്ങൾ. PCOS ഉള്ളൊരു സ്ത്രീക്ക് എന്തായാലും PCOD ഉണ്ടാവും. പക്ഷേ PCOD മാത്രമുള്ളൊരു സ്ത്രീക്ക് PCOS ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതായത് എല്ലാ രോഗലക്ഷണങ്ങളും ഈ സ്ത്രീക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി PCOD എന്താണെന്ന് നോക്കാം. അതായത് ഓവറയ്ക്കകത്ത് സിസ്റ്റ് പോലെ രൂപപ്പെടുന്നു. സിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുമിള പോലെ ഒരു കാര്യം രൂപപ്പെടുന്നു എന്നാണ് അർത്ഥം. എന്താണ് ഈ കുമിള എന്ന് നോക്കിയാലോ. സ്ത്രീകളിൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് ഓരോ മാസവും ഓവറിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത് മെച്ചുറായിട്ടുള്ള ഗ്രാഫീൻ ഫോളിക്കിളായിട്ട് മാറുന്നു. അത് ഓവുലേഷൻ വഴി മെച്ചുറായിട്ടുള്ള ഒരു എഗ്ഗായിട്ട് റിലീസ് ചെയ്യപ്പെടുന്നു. അതായത് ഓരോ മാസവും ഇത്തരത്തിൽ മെച്ചുറായിട്ടുള്ള ഒരു എഗ്ഗ് റിലീസ് ചെയ്യപ്പെടുന്നു എന്നതാണ് അർത്ഥം. പക്ഷേ PCOD എന്ന് പറഞ്ഞ രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ അളവ് കുറയുകയും അതുവഴി ഓവറിയൻ ഫോളിക്കിളിന് മെച്ചുറായിട്ടുള്ള ഗ്രാഫീൻ ഫോളിക്കിളായി മാറാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാകുന്നു. ഇത്തരത്തിൽ മെച്ചുറാവാതെ കിടക്കുന്ന എഗ്ഗുകളെല്ലാം സിസ്റ്റുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു കുമിളകളായിട്ട് മാറി അവിടെ തന്നെ കിടക്കുന്നു. ഇങ്ങനെയാണ് പോളിസിസ്റ്റിക് ഓവറി ആയിട്ട് ഇത് മാറുന്നത്, അഥവാ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ആയിട്ട് ഇത് മാറുന്നത്. ഒരു നോർമൽ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഏജുള്ള ഒരു പെൺകുട്ടിക്ക്, അതായത് 15 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള ഒരു സ്ത്രീക്ക് ഇത്തരത്തിൽ കുമിളകൾ അല്ലെങ്കിൽ സിസ്റ്റുകൾ രൂപപ്പെടുന്നത് സാധാരണയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതൊരു രോഗമാണോ എന്ന് നമ്മൾ കൺഫേം ആക്കുന്നത് അൾട്രാസൗണ്ടിൽ വരുന്ന ചില മാറ്റങ്ങൾ വെച്ചിട്ടാണ്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഓവറിയുടെ അകത്ത് 12-ലധികം ഫോളിക്കിൾസ് ഉണ്ടാവണം. ഓരോ ഫോളിക്കിൾസും 2 മുതൽ 9 മില്ലിമീറ്റർ വരെ സൈസ് ഉണ്ടാവണം. ഓവറിയുടെ മൊത്തം വോളിയം 10 സെൻറ്റിമീറ്ററിലധികമായി കൂടണം. അതുപോലെ ട്രാൻസ് വജൈനൽ സ്കാനിലൂടെ നമ്മൾ നോക്കുമ്പോൾ 20-ഓ അതിലധികമോ ആയിട്ടുള്ള ഫോളിക്കിൾസ് ഉണ്ടാവണം. ഇത്തരത്തിലാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ആണെന്ന് നമ്മൾ കൺഫേം ആക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും PCOSും PCODയും ഇന്റർലിങ്ക്ഡ് ആയിട്ടാണ് കിടക്കുന്നതെന്ന്. PCOSന്റെ രോഗലക്ഷണങ്ങളെല്ലാം മെയിനായിട്ടും 3 കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണവും, ഓവുലേഷനിൽ ഉണ്ടാകുന്ന തകരാറുകൾ കാരണവും, സ്ത്രീകളുടെ ശരീരത്തിൽ മെയിൽ ഹോർമോണിൻ്റെ അളവ് ഭയങ്കരമായി കൂടുന്നത് കാരണവുമാണ് ഉണ്ടാകുന്നത്. ഇതിൽ ഓരോന്നും ഓരോ തരത്തിലുള്ള രോഗലക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നത്. സ്ത്രീകളുടെ ശരീരത്തിൽ മെയിൽ ഹോർമോണിൻ്റെ അളവ് ഭയങ്കരമായി കൂടുന്നത് കാരണമാണ് ഹിർസ്യൂട്ടിസം അഥവാ അമിതമായ രോമ വളർച്ച ഉണ്ടാകുന്നത്. അതുപോലെ ആക്നി, മുഖത്തെല്ലാം ഭയങ്കരമായി കുരുകൾ പോലെ വരുന്നത്. അതുപോലെ അലോപീസിയ അല്ലെങ്കിൽ ബാൾഡ്നെസ്, അതായത് മുടി ഭയങ്കരമായി കൊഴിയുന്നത്. അതുപോലെ ഓവുലേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഇൻഫെർട്ടിലിറ്റി, അബ്നോർമൽ ആയിട്ടുള്ള യൂട്രൈൻ ബ്ലീഡിങ്, അതുപോലെ അമിനോറിയ, അതായത് ആർത്തവം നടക്കാത്തൊരവസ്ഥ വരുന്നത്, അല്ലെങ്കിൽ ഒലിഗോമിനോറിയ, ആർത്തവം 35 ദിവസത്തിന് ശേഷം വരുന്നത്.
ഇതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അമിതമായി തടി കൂടുന്നത്. അതുപോലെ അക്കാന്തോസിസ് നൈഗ്രിഗൻസ് എന്ന് പറയും, അതായത് കഴുത്തിൻ്റെ പുറകിലും അണ്ടർ ദ ബ്രസ്റ്റും ഒക്കെ ഒരു ബ്ലൂയിഷ് പർപ്പിൾ ആയിട്ടുള്ള ഒരു കളറിൽ പാടുകൾ വരുന്നത്. കാലക്രമേണ ഇത്തരത്തിൽ PCOD ഉള്ള പേഷ്യൻസിന് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഈ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ആയിട്ടുള്ള ഡിസീസസ്, നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റി ലിവർ ഡിസീസ്, അതുപോലെ യൂട്രസിനൊരു അഡിനോകാർസിനോമ എന്ന് പറഞ്ഞ ഒരു ക്യാൻസർ പോലെ വരുന്നത്, ഇത്തരത്തിലെല്ലാം ഉണ്ടാകുന്ന ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. ഇതുകൊണ്ടാണ് ഈ PCOS എന്ന് പറഞ്ഞ രോഗത്തിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് വരുന്നത്. സ്ത്രീകളിൽ 20%-ലധികവും ഇൻഫെർട്ടിലിറ്റി കാരണമാവുന്നത് ഇപ്പോൾ PCOS എന്ന് പറഞ്ഞിട്ടുള്ള രോഗാവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്ത്രീകൾ കൂടുതലായും ഇത് കാണപ്പെടുന്നത്? മെയിനായിട്ട് എല്ലാവരും പറയുന്നത് പോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഡയറ്റിലുള്ള മാറ്റങ്ങൾ, അതുപോലെ സ്ട്രെസ്സ് കൂടുതലായി വരുന്നത് ഒക്കെ തന്നെയാണ്. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ട്. തടി കൂടുന്നതും ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസും തമ്മിൽ എപ്പോഴും ഇൻ്റർലിങ്ക്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ സൈറ്റോക്രോം P21 എന്ന് പറഞ്ഞൊരു ജീൻ്റെ മ്യൂട്ടേഷൻ കാരണവും ഇത്തരത്തിൽ ആ രോഗാവസ്ഥ വരാറുണ്ട്. അതുപോലെ ഫാമിലിയലായിട്ട്, അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലെ PCOD ഉണ്ടെങ്കിൽ അടുത്ത ജനറേഷനിലോട്ട് ഇതിങ്ങനെ ട്രാൻസ്ഫർ ആയിട്ടും വരാറുണ്ട്. ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതുപോലെ ഡയറ്റിലുള്ള മാറ്റങ്ങൾ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, തടി കൂടുന്നത്, ഇവയൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന വാക്കുകൾ. പക്ഷെ ഇതെങ്ങനെയാണ് ഈ രോഗാവസ്ഥയിലോട്ട് എത്തിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതൊന്ന് നോക്കിയാലോ. സ്ത്രീകളുടെ ശരീരത്തിൽ ഹോർമോണൽ ഫ്ലക്ച്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ നമുക്ക് ആദ്യം നോർമൽ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ബേസിക് ആയിട്ടൊരു ഐഡിയ വേണം. ഓരോ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്തും തലയിലുള്ള ഹൈപ്പോതാലാമസ് എന്ന ഗ്രന്ഥിയിൽ നിന്നും GnRH എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോർമോൺ റിലീസ് ചെയ്യും. ഈ ഹോർമോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും LH എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോർമോണിനെയും FSH എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണിനെയും റിലീസ് ചെയ്യും. ലൂട്ടിനൈസിങ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ രണ്ട് ഹോർമോണും ബ്ലഡ് വഴി പോയിട്ട് ഓവറിയിലുള്ള ഫോളിക്കിൾസിൽ പോയിട്ട് ആക്ട് ചെയ്യും. ഈ LH എന്ന് പറയുന്നത് തീക്ക സെൽസിൻ്റെ മുകളിലും, അതുപോലെ FSH എന്ന് പറയുന്നത് ഗ്രാനുലാർ സെൽസിൻ്റെ മുകളിലുമാണ് ആക്ട് ചെയ്യുന്നത്. ഈ രണ്ട് ഹോർമോണിനും രണ്ട് തരത്തിലുള്ള ആക്ഷൻസ് ആണുള്ളത്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് മെയിനായിട്ടും ഫോളിക്കിൾസിൻ്റെ മെച്ചുറേഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഒരു ഇമ്മച്ചുവർ ആയിട്ടുള്ള ഫോളിക്കിളിനെ മെച്ചുവർ ആയിട്ടുള്ള ഒരു ഗ്രാഫീൻ ഫോളിക്കിളായിട്ട് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുവഴി ഈ മെച്ചുവർ ആയിട്ടുള്ള എഗ് എന്ത് ചെയ്യുന്നു, ഓവുലേഷന് സമയത്ത് റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. രണ്ട് ഹോർമോണിനും രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസ് ആണുള്ളത്. ഈസ്ട്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, അതായത് ഫോളിക്കിൾസിനെ മെച്ചുവർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ യൂട്രസിൻ്റെ തിക്കനിങ്ങും ലൈനിങ്ങും ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ആണെങ്കിൽ ഈ റിലീസ് ചെയ്യുന്ന എഗ്ഗ് സ്പേമുമായിട്ട് കൂട്ടിമുട്ടി ഉണ്ടാവുന്ന എംബ്രിയോനെ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ഇംപ്ലാന്റേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ യൂട്രസിൻ്റെ ലൈനിങ്ങും തിക്കനിങ്ങും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ, അതായത് എംബ്രിയോ ഫോം ചെയ്തിട്ടില്ല എങ്കിൽ മാസമുറ അഥവാ മെൻസ്ട്രൽ സൈക്കിൾ നിർത്താനായിട്ട്, അതായത് മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലോട്ട് കടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഈ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ കൂടി വന്ന് ഇത് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണിനെ നിർത്തുന്നു. അതുവഴി മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സിലോട്ട് ഇത് ഹെൽപ്പ് ചെയ്യും, അഥവാ ബ്ലീഡിങ് ആയിട്ട് ഇത് വരും. അങ്ങനെയാണ് ഈ മാസമുറ എന്ന് പറഞ്ഞിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്നത്. ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ചേർന്നാണ് നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെയും അതുപോലെ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെയും ബാലൻസ് നിലനിർത്തുന്നത്. ഓവുലേഷന് തൊട്ട് മുന്നായി ഫോളിക്കുലാർ ഫേസിൽ ഈസ്ട്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ റിലീസ് ചെയ്യുകയും അതുപോലെ ഓവുലേഷന് ശേഷം പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നും റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഒരു ഫോളിക്കിൾ മെച്ചുറായിട്ട് റിലീസ് ചെയ്യാനായിട്ട് ഈസ്ട്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണാണ് ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഗോണോഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിനെ നിർത്തി ബ്ലീഡിങ് അഥവാ മെൻസ്ട്രേഷൻ എന്ന പ്രോസസ്സിലോട്ട് കടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. PCOS ഉള്ള സ്ത്രീകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാലോ. PCOS ഉള്ള സ്ത്രീകളിൽ GnRH അഥവാ ഗോണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിൻ്റെ റിലീസിൻ്റെ പൾസ് ഫ്രീക്വൻസി ഭയങ്കരമായി കൂടുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ നോർമൽ ആയിട്ടുള്ള സ്ത്രീക്ക് 10 ഗോണാഡോട്രോപ്പിനാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ ഈ PCOS ഉള്ള സ്ത്രീകളിൽ ഒരു 30-40 ഗോണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആയിരിക്കും റിലീസ് ചെയ്യുന്നുണ്ടാവുക. ഇത്തരത്തിൽ റിലീസ് ചെയ്യുന്ന ഗോണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ നേരെ പോകുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലോട്ടാണ്. അവിടെയാണ് ലൂട്ടിനൈസിങ് ഹോർമോണിനെയും അതുപോലെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെയും സിക്രീറ്റ് ചെയ്യുന്ന സെൽസ് ഇരിക്കുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലൂട്ടിനൈസിങ് ഹോർമോൺ സിക്രീറ്റ് ചെയ്യുന്ന സെൽസ് ഗോണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഭയങ്കരമായി സെൻസിറ്റീവാണ്. അതായത് അത് കൂടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് റിലീസ് ചെയ്യും. അപ്പോൾ ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ റിലീസ് പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കും.
പക്ഷേ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അത്ര പെട്ടെന്ന് റിലീസ് ചെയ്യണമെന്നില്ല. ഇതുവഴി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ അളവ് ഭയങ്കരമായി കൂടുകയും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് എന്താ പ്രശ്നം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫോളിക്കിൾസ് കൃത്യമായി മെച്ചുർ ആവാത്തൊരവസ്ഥയിലോട്ടാണ് വരുന്നത്. അതുവഴി എഗ്ഗുകൾ റിലീസ് ചെയ്യുന്നുമില്ല. അപ്പോൾ ഓവുലേഷൻ നടക്കുന്നില്ല. ഇങ്ങനെ ഓവുലേഷൻ നടക്കാതെ വരുന്ന എഗ്ഗുകളെല്ലാം ഫെയിൽഡ് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ ഇവൻ്റ് വഴി എന്തായിട്ട് മാറുന്നു? കുമിളകളായിട്ട് മാറുന്നു, അഥവാ സിസ്റ്റുകളായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ സിസ്റ്റുകൾ രൂപപ്പെടുന്നത് കാരണം കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിലോട്ട് ഈ ഫോളിക്കിൾസ് മാറുന്നില്ല. അതുവഴി പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണിൻ്റെയും പ്രൊഡക്ഷൻ നിർത്തുന്നു. ഇങ്ങനെ പ്രൊജസ്ട്രോൺ കുറഞ്ഞു പോയാലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഗൊണഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിനെ നിർത്താനായിട്ട് പ്രൊജസ്ട്രോൺ ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗൊണഡോട്രോപ്പിൻ്റെ അളവ് ആൾറെഡി കൂടുതലായതുകൊണ്ട് ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ പിന്നെയും കൂടി വരുന്നു. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കുറഞ്ഞും വരുന്നു. അതുവഴി പിന്നെയും ഓരോ തവണ മെൻസ്ട്രുവൽ സൈക്കിളിലും ഇത്തരത്തിലുള്ള സിസ്റ്റുകൾ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ഓവറൈൻ ഫോളിക്കിൾസിൻ്റെ അകത്തുള്ള സെൽസിൽ ആൻഡ്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ ഹോർമോണിൻ്റെ അളവ് ഭയങ്കരമായി കൂട്ടുന്നു. അതായത് ലൂട്ടിനൈസിങ് ഹോർമോൺ ഇത്തരത്തിലുള്ള ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ ഭയങ്കരമായി സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സംഭവിക്കുന്ന കാരണം സ്ത്രീകളിൽ പുരുഷന്മാരിൽ കാണപ്പെടുന്ന മുടി കൊഴിച്ചിൽ, അമിതമായ മുഖക്കുരു, അമിതമായ രോമവളർച്ച തുടങ്ങിയ രോഗലക്ഷണങ്ങളെല്ലാം രൂപപ്പെടുന്നു. ഇത്തരത്തിലൊരു ഹോർമോണൽ ഇംബാലൻസിന് മെയിനായിട്ട് കാരണമാവുന്നതാണ് നമ്മളെ ജനറ്റിക് ഫാക്ടേഴ്സ്, ഫാമിലിയലായിട്ടുള്ള ഫാക്ടേഴ്സുകൾ, അതുപോലെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഡയറ്റ് ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ മാറിയ ജീവിത സാഹചര്യങ്ങൾ കാരണവും ഡയറ്റിലുള്ള മാറ്റങ്ങളും കാരണം നമ്മുടെ ശരീരത്തിലോട്ട് ഓരോ ദിവസവും എത്തുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ്. നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഈ ഇൻസുലിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലഡിലുള്ള ഷുഗറിനെ എന്ത് ചെയ്യുന്നു? സെൽസിൻ്റെ അകത്തോട്ട് കയറ്റുന്നു. പക്ഷേ ഈ സെൽസിൻ്റെ അകത്തോട്ട് കയറ്റുന്ന ഷുഗറിന് ഒരു പരിധിയുണ്ട്. സെൽസിൽ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ സെൽസ് പറയും ഇൻസുലിനെ മതി, ഇനി ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ ഈ ഇൻസുലിൻ എന്ത് ചെയ്യും? ബ്ലഡിലുള്ള ഷുഗറിനെ മൊത്തം ഫാറ്റാക്കി ഡെപ്പോസിറ്റ് ചെയ്യും. ഇത്തരത്തിൽ ഓവറായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കാരണം ആ ആൾ ഒബസ് ആയിട്ടുള്ള കണ്ടീഷനിലോട്ട് പോകും. അഥവാ തടി കൂടി വരും. ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിലോട്ട് ഗ്ലൂക്കോസിൻ്റെ അളവ് ഇത്തരത്തിൽ കൂടി വരുന്നു. ഇങ്ങനെ കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ഉള്ളത് കൊണ്ട് ഓരോ ദിവസവും ഇൻസുലിൻ്റെ അളവും കൂടി വരുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനും ഉള്ളത് കാരണം കൂടുതലായിട്ടുള്ള ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കാണ് കാരണമാവുന്നത്. ഇൻസുലിൻ കൂടുതലായതുകൊണ്ട് ഈ ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? ഓവറിക്കകത്ത് ആൻഡ്രജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെയും ഇത് സ്റ്റിമുലേറ്റ് ചെയ്യും. അതായത് ഒന്ന് പോയി എന്ത് ചെയ്യും? പുഷ് ചെയ്യും. അതുവഴി എന്താ സംഭവിക്കുന്നത്? ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം എന്ത് ചെയ്യുന്നു? ആൻഡ്രജൻസ് എന്ന് പറഞ്ഞ മെയിൽ ഹോർമോണിൻ്റെ അളവ് സ്ത്രീകളിൽ ഭയങ്കരമായി കൂടുന്നു. ആൾറെഡി ഹോർമോണൽ ഇംബാലൻസ് കാരണം ആൻഡ്രജൻസ് അളവ് ഭയങ്കരമായി കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടെ വരുമ്പോൾ ഇത് കാരണവും എന്ത് ചെയ്യുന്നു? ആൻഡ്രജൻസ് എന്ന് പറഞ്ഞ മെയിൽ ഹോർമോണിൻ്റെ അളവ് ഭയങ്കരമായി കൂടുന്നു. ഇങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലോട്ട് ഈ സൈക്കിൾ എത്തുകയാണ് ചെയ്യുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം കാലക്രമേണ ഈ സ്ത്രീക്ക് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ് എല്ലാം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ഹോർമോണൽ ഇംബാലൻസ് കാരണവും ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും കാരണം ആ സ്ത്രീ വല്ലാത്തൊരു സൈക്കോളജിക്കലായിട്ടുള്ള സ്ട്രെസ്സിലോട്ടാണ് കടക്കുന്നത്. ഡിപ്രഷൻ, ആങ്സൈറ്റി, ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ കാരണം വല്ലാത്തൊരു ആത്മവിശ്വാസക്കുറവ് പോലെ തോന്നുക, ഇങ്ങനെ ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസിലോട്ടാണ് ഈ സ്ത്രീ എത്തിപ്പെടുന്നത്. അവർക്ക് വേണ്ടത് കൃത്യമായ മെൻ്റൽ സപ്പോർട്ടും അതുപോലെ ട്രീറ്റ്മെൻറ്റുമാണ്. എങ്ങനെയൊക്കെ ഈ PCOS എന്ന് പറഞ്ഞിട്ടുള്ള രോഗാവസ്ഥയെ നിയന്ത്രിക്കാമെന്ന് നോക്കിയാലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡെയിലി വ്യായാമം ചെയ്യുക, നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക, അതുവഴി സ്ട്രെസ്സ് കുറയ്ക്കുക, നല്ല ഫുഡുകൾ കഴിക്കുക, പച്ചക്കറികൾ കൂടുതലായും കഴിക്കുക. ഇത്തരത്തിൽ തടി കുറയുന്ന വഴി നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗാവസ്ഥ പതിയെ മാറി തുടങ്ങും. അതുവഴി ഗ്ലൂക്കോസ് കണ്ടൻറ്റും കുറഞ്ഞു വരും. ഇത്തരത്തിൽ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കുറയുന്നത് വഴി ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസും പതിയെ മാറും. അങ്ങനെ PCOS എന്ന് പറഞ്ഞിട്ടുള്ള രോഗാവസ്ഥയെ നമുക്ക് റൂട്ട് കോസിൽ നിന്ന് തന്നെ മാറ്റാൻ പറ്റുന്നതായിരിക്കും. മറ്റ് ട്രീറ്റ്മെൻറ്റുകളിലോട്ട് കടക്കാം. മെയിനായിട്ടും ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്, അതായത് അമിനോറിയ, ഒലിഗോമിനോറിയ പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഹൈപ്പർ ആൻഡ്രജനിസം, അതായത് ശരീരത്തിൽ മെയിൽ ഹോർമോണിൻ്റെ അളവ് കൂടുതലായിട്ടുള്ള രോഗാവസ്ഥ, ഇവയൊക്കെ തടയാനായിട്ട് ചില മരുന്നുകൾ നമ്മൾ കഴിക്കണം. സൈക്ലിക്കൽ പ്രൊജസ്ട്രോൺ ആയിട്ടുള്ള മെഡ്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ്, കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, ആൻറ്റി ആൻഡ്രജൻസ്, അതുപോലെ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കഴിക്കും. ഈ ശരീരത്തിലെ മുഖക്കുരുവൊക്കെ മാറാനായിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുക. ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ ഈ രോഗാവസ്ഥ മാറ്റാനുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ
ഇൻഫെർട്ടിലിറ്റി എന്ന രോഗാവസ്ഥ മാറാനായിട്ട് ഓവുലേഷൻ ഇൻഡക്ഷൻ ഏജൻസ് ആയിട്ടുള്ള ക്ലോമിഫിൻ സിട്രേറ്റ് കഴിക്കുക, അതുപോലെ GnRH സപ്രസീവ് ഡ്രഗ്സ് എടുക്കുക, ന്യൂറോ ട്രാൻസ്മിറ്റർ മോഡുലേറ്റേഴ്സ് കഴിക്കുക, അതുപോലെ പ്രൊജസ്ട്രോൺ സപ്ലിമെൻറ്റേഷൻ എടുക്കുക. മെയിനായിട്ടും തടിയുള്ള സ്ത്രീകളാണെങ്കിൽ തടി കുറയ്ക്കുക. ഇത്തരത്തിലൊക്കെ ഇൻഫെർട്ടിലിറ്റിയെ നമുക്കൊരു പരിധിവരെ കുറയ്ക്കാവുന്നതാണ്. ഒരു ലോങ് ടേമിൽ PCOSൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടി ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഡെയിലി എക്സസൈസ് ചെയ്യുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നമ്മളെ BMI കറക്റ്റായിട്ട് നിലനിർത്തുക, തടി കൂടാതെ നോക്കുക. ഇനി തടി കൂടുതലുള്ളവരാണെങ്കിൽ വെയിറ്റ് നല്ല രീതിയിൽ കുറയ്ക്കുക. ഇത്തരത്തിൽ നമുക്ക് PCOS ഒരു ലോങ് ടേമിൽ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഷുഗർ കൂടുതലുള്ള ആളുകളാണെങ്കിൽ മെറ്റ്ഫോർമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗുളിക കഴിച്ചു തുടങ്ങുക. ഇതുവഴി ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോസിനെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അതുവഴി ഇൻസുലിൻ്റെ ഓവർ പ്രൊഡക്ഷനും നമുക്ക് തടയാം. ഹൈപ്പർ ഇൻസുലിനീമിയ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗാവസ്ഥ ഉണ്ടാകുന്നേയില്ല. ഇതുവഴി ഹോർമോണൽ ഇംബാലൻസിനെയും നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. PCOS അഥവാ PCOD എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു പരിധിവരെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്താണ് ഈ രോഗാവസ്ഥ, എങ്ങനെയൊക്കെ ഇതിനെ നിയന്ത്രിക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നെല്ലാം ഒരു പരിധിവരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്